4 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇറാൻ പ്രസിഡന്റ് 290 അംഗ പാർലമെന്റ് സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തെരഞ്ഞെടുക്കാത്ത ഗാർഡിയൻ കൗൺസിൽ ആദ്യം അംഗീകരിക്കണം. പ്രസിഡന്റിനെ പൗരന്മാർ നേരിട്ടുള്ള ജനകീയ വോട്ടിംഗിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. 12 അംഗ ഗാർഡിയൻ കൗൺസിലിൽ സുപ്രീം ലീഡർ നിയമിച്ച 6 മതപണ്ഡിതന്മാരും ജുഡീഷ്യറി നാമനിർദ്ദേശം ചെയ്ത് പാർലമെന്റ് അംഗീകരിച്ച 6 നിയമജ്ഞരും ഉൾപ്പെടുന്നു. ജുഡീഷ്യറിയുടെ തലവനെയും സുപ്രീം ലീഡറാണ് നിയമിക്കുന്നത്. 8 വർഷത്തെ കാലാവധിയോടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന 88 മതപണ്ഡിതന്മാരുടെ സംഘടനയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ അസംബ്ലിയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ക്ലിയറൻസ് നൽകുന്നതും ഗാർഡിയൻ കൗൺസിലാണ്. അങ്ങനെ മേൽനോട്ടത്തിനും തെരഞ്ഞെടുപ്പിനും ഉത്തരവാദികളായ സ്ഥാപനങ്ങളിൽ പരമോന്നത നേതാവിന് ഗണ്യമായ സ്വാധീനം ചെലുത്താൻ കഴിയും. തെരഞ്ഞെടുപ്പിലൂടെയുള്ള തുറന്ന മത്സരത്തിനു പകരം മതപണ്ഡിതന്മാർക്കിടയിലുള്ള സമവായത്തിനാണ് ഈ പ്രക്രിയ ഊന്നൽ നൽകുന്നത്. ആത്യന്തികമായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടാത്ത പരമോന്നത നേതാവിൽ നിക്ഷിപ്തമായ അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്, പാർലമെന്റ് എന്നിവയുടെ സ്വാതന്ത്ര്യത്തെ ഗണ്യമായി പരിമിതപ്പെടുത്തുന്നു.